ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഉച്ചക്കലത്തെ ഓണസദ്യയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അമ്പലത്തിൻ്റെ കുളക്കടവിലോട്ട് വന്നത് കേട്ടോ. അവിടെ കണ്ണമ്പള്ളിക്കാവൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാനും അണ്ണനും അമ്മയും മോനുമാണ് വന്നത്. അപ്പം ഞങ്ങൾ 3 പേരുടെ അവിടെ വന്നപ്പോൾ അവിടെ ചെറിയൊരു അത്തപ്പൂക്കളം അവിടെ ആരോ കുഞ്ഞുങ്ങൾ ആരാണ്ട് വന്നിട്ടത്. ആ പൂക്കളം കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ ഞങ്ങൾ കണ്ണമ്പള്ളിക്കാവിൻ്റെ അവിടെ വന്ന് കാവിൻ്റെ അവിടെ ഒന്ന് തൊഴുതു. എന്നിട്ട് ഇതാണ്ടത് അകത്തോട്ട് ഇറങ്ങാനുള്ള കുളത്തിനകത്തോട്ട് ഇറങ്ങാനുള്ള പടിയാണ് അത്. കോൺക്രീറ്റ് കെട്ടിയേക്കുന്ന പണിയാണ്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ തടിയിൽ ഉള്ള ഒരു ഇതൊക്കെ തോന്നുന്നത് കേട്ടോ. ദേവമോൻ പേടിച്ചു കേട്ടോ. വെള്ളമില്ലയോ എങ്ങനെ ഇറങ്ങുമെന്ന്. അപ്പോൾ പേടിക്കേണ്ട, കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അവനെയും പിടിച്ച് അകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ഈ മുളയുടെ ഇതൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ നമുക്ക് തോന്നും. എന്നാണ്ട് ഇവിടെ വനദുർഗയുടെ ഒരു ബിംബമുണ്ട്. അത് കണ്ടാണ്ട് നല്ല 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 വൃത്തിക്ക് അത് കൊത്തി റെഡിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ. കണ്ടോ, ഞങ്ങളവിടെ തൊഴുതു. അപ്പോൾ ദേവന്മാൻ അവിടെ തന്നെ നിൽക്കും. അവന് ആ പാറയുടെ മുകളിൽ നിൽക്കുന്നുള്ളൂ. അവന് ഇറങ്ങാൻ വെള്ളം അവിടെ കിടക്കുന്നതുകൊണ്ട് വെള്ളത്തിലോട്ട് പോകുമോ വീഴുമോ എന്നൊക്കെയുള്ള പേടി. അവനങ്ങനെ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് അങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് ഇതിനകത്തോട്ടുള്ള ഇതൊക്കെ വ്യൂ ഒക്കെ മൊത്തം നോക്കി. അപ്പം ഈ വനദുർഗയുടെ ഇത് വരുന്നതിൻ്റെ തൊട്ടപ്പുറം ഇപ്പുറമായിട്ട് 2 സൈഡിലും പടികൾ പോലുണ്ട് കേട്ടോ. അത് 2 സൈഡിൽ കൂടിയും നമുക്ക് ഇറങ്ങി വരാനും കയറി പോകാനും പറ്റുന്ന രീതിയിൽ 2 സൈഡിൽ ഇരിക്കാം. ഞങ്ങൾ വന്നപ്പോൾ അവിടെ 3-4 പയ്യന്മാർ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ വന്നപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നമ്മുടെ കുളമാണ് ഇപ്പോൾ ഇങ്ങോട്ട് കാണുന്ന മൊത്തം കേട്ടോ. നമ്മൾ ഇത് ഈ വനദുർഗയുടെ ആ ഒരു ഇതിനും താഴെ മൊത്തം ഉണ്ടല്ലോ പൂവ് പോലെ നമുക്ക് തോന്നുന്നത്. പക്ഷെ പൂവല്ല അത് ശരിക്കും അതാ ഭിത്തിയിൽ തന്നെ അങ്ങനെ ചെയ്ത് വെച്ചേക്കുക പൂ പോലെ. നമ്മൾ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പട്ടാഴി അമ്പലത്തിലോട്ട് കയറി വന്നു. നമ്മുടെ അമ്പലമാണിത്, നമ്മുടെ പട്ടാഴി അമ്പലം. അപ്പം ഉച്ച സമയമാണെങ്കിലും പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. നട അടച്ചേക്കുക, എന്നാലും നമ്മളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ അത്തപ്പൂക്കളത്തിൻ്റെ അവിടോട്ട് പോവാണ്ട് മുരുകനമ്പലം. അത് കഴിഞ്ഞ് കണ്ടാണ്ട് നമ്മൾ ക്ഷേത്രക്കുളം കണ്ണമ്പള്ളിക്കാവ് നമ്മൾ അവിടെ മുമ്പ് പോയത്. നമ്മൾ മറ്റേ വഴി കൂടെ പോയേ, പഞ്ചായത്ത് ജംഗ്ഷൻ അതുവഴിയുള്ള വഴി കൂടെ നമ്മൾ അവിടെ പോയത്. എന്നിട്ട് നമ്മൾ കാറിലാണ് പോയത്. അതുകൊണ്ട് തിരിച്ച് കാറും കൊണ്ട് നമ്മൾ പട്ടാഴി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു. ഇതുവഴി ഇങ്ങനെ നേരെ കയറി വരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന് അപ്പം അമ്മയുടെ കയ്യിലാണ് ദേവന്മാൻ അല്ലെങ്കിൽ ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഓടുന്നത് കൊണ്ട് അമ്മ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുക കേട്ടോ. അത്തപ്പൂക്കളം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ കളിത്തട്ടിൽ അവിടെ നിന്ന് കളിത്തട്ടിൽ അങ്ങനെ ദേവമ്മ പൂക്കളത്തിൻ്റെ അവിടോട്ട് എത്തിയിട്ട് അതാണ് നമ്മുടെ പൂക്കളം. എല്ലാ പ്രാവശ്യവും നമ്മുടെ ഈ തിരുമുറ്റത്ത് തന്നെ ആയിരുന്നു ഇടുന്നത്. ഇപ്പോഴും തിരുമുറ്റത്താണെങ്കിലും ഒരു കണ്ടത് ഫ്ലൈവുഡിനകത്തൊരു 8 ഫ്ലൈവുഡ് വെച്ചിട്ട് അതിനകത്താണ് പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലാണ് പൂക്കളം ഇട്ടേണ്ടത്. എല്ലാ പ്രാവശ്യവും നല്ല വലിയ പൂക്കളമാണ് കേട്ടോ. ഇപ്രാവശ്യവും വലിയ പൂക്കളമാണ്. അതുകൊണ്ടാണ് ഈ 8 ഫ്ലൈവുഡിലായിട്ട് വെച്ചേക്കുന്നത്. പല കളറുകളുണ്ട്. പിന്നെ ഈ പൂക്കളത്തിന് 4 സൈഡിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 4 മൂലയ്ക്കും ദേവന്മാനോടൊപ്പം ഇരുന്ന് പൂക്കളൊക്കെ കാണുമായിരുന്നു. പിന്നെ ഈ ഫ്ലൈവുഡ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണെന്നറിയത്തില്ല, പൂക്കളൊക്കെ ഒരുപാട് പറന്നു പോയി കാറ്റടിച്ചിട്ട്. കളിത്തട്ടിനകത്ത് കണ്ടോ ഒരുപാട് പേര് ഉറങ്ങുന്നുണ്ട്. അപ്പം ഈ ആൽമരത്തിൻ്റെ ഒരു തണുപ്പും ഒക്കെ കൊണ്ട് എല്ലാവരും ഉറങ്ങുന്നു. അമ്പലം അടച്ചിട്ടേക്കുവാന്ന് പറഞ്ഞിട്ട് ദേവന്മാൻ അവിടെയൊക്കെ കയറി തൊഴുതു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കല്ലൂരപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ട് കല്ലൂർ അമ്പലത്തിലോട്ട് വന്നു. ഇപ്പം നമ്മൾ കല്ലൂർ അമ്പലത്തിലാണ്. തിരുവോണത്തിന് എല്ലാ വർഷവും നമ്മൾ കല്ലൂർ അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പം അവിടെ പടി ഇറങ്ങി വരുവാ ദേവമ്മ കേട്ടോ. അവൻ്റെ കയ്യിൽ അവന് മുട്ടായി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പുളിമുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിമുട്ടായി തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ബാക്കി പിന്നെ കൊടുക്കാമെന്നും പറഞ്ഞാൽ അണ്ണനത് കാറിൽ തിരിച്ചു കൊണ്ടുവെക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ ദേവമ്മോൻ്റെ കൂടെ ഇറങ്ങി പോവുക, കല്ലൂരമ്പലത്തിലോട്ട് ഇറങ്ങി പോവുക. അപ്പം ഇവിടെയും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിയും. നമ്മൾ അമ്പലത്തിലും കൂടെ കയറി തൊഴുതു ദേവമ്മനകത്തോട്ട് കയറി കേട്ടോ.